ഹലോ ഗായ്സ്, വെൽക്കം ടു കുഞ്ഞു ജിത്തൂസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ എന്താ പറയുക, ക്രിസ്മസ് എക്സാം ഒക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ചിലർക്ക് PTA മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ക്രിസ്മസ് എക്സാം പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് എങ്ങനെയാണ്? കഴിഞ്ഞ ഓണത്തിനേക്കാൾ ഇമ്പ്രൂവ് ചെയ്തോ അതോ കുറഞ്ഞോ, ടഫായിരുന്നോ, സിമ്പിളായിരുന്നോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2-3 വിഷയങ്ങൾക്ക് ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കുറച്ച് വിഷയങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വർഷത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം കണ്ടില്ലേ, ഓണത്തിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ ഇടയ്ക്കൊരു പ്രശ്നം വന്നു. ഓണത്തിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ പേപ്പർ ഞാൻ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണത്തിൻ്റെ റിസൾട്ട് ഇടണമെന്ന് വിചാരിച്ച വീഡിയോ എടുത്തു വെച്ചു, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കുന്നൊരു വീഡിയോ ആണ്. സോ അതിൻ്റേതായ കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, ഇതിനിടയ്ക്ക് ഞാൻ കുറേ കലോത്സവത്തിൻ്റെയൊക്കെ വ്ളോഗ് പലതും ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചു. എനിക്കൊന്നും എഡിറ്റ് ചെയ്തിടാൻ സമയം ഉണ്ടാകില്ല, കാരണം ഈ NMS വരുന്നുണ്ട്. അതിന് അത്രയ്ക്ക് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാനേ പറ്റിയിട്ടില്ല. പിന്നെ ക്രിസ്മസ് എക്സാമാണ്. അപ്പോൾ ഞാൻ മാർക്കൊക്കെ കാണിക്കാം. അപ്പോൾ ഇത് ഭയങ്കര കുറച്ചിനൊക്കെ മാർക്കുണ്ട്, ഞാൻ കാണിക്കാം ഫുള്ള്. ഇതേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മലയാളം എനിക്ക് കുറേ കിട്ടും. അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ. മലയാളത്തിലായിരിക്കും ഏറ്റവും മിക്കാറും എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും. 40ലാണ് മലയാളം, 40ൽ 40 ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മലയാളത്തിന് ഞാൻ ഓണത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 40ൽ 40 ഉണ്ടായിരുന്നു. സോ സെയിം മാർക്ക് തന്നെ ഞാൻ നിലനിർത്തിയിരിക്കുന്നത്. ആൻഡ് മലയാളം സെക്കൻഡാണ്. മലയാളം സെക്കൻഡ് 40ൽ 40 ഇപ്രാവശ്യം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പേപ്പർ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 39ആയിരുന്നു. ഒരു മാർക്കും കൊണ്ട് ഞാൻ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇപ്രാവശ്യം ഫുള്ളാക്കിയിട്ടുണ്ട്. അതാണ് മലയാളം രണ്ടെണ്ണത്തിൻ്റെ കാര്യം ഉണ്ടാവുക. പിന്നെ അടുത്തത് നമ്മുടെ ഇംഗ്ലീഷ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 40ലാണ്. ഇപ്രാവശ്യം എനിക്ക് 33ആണ് ഉള്ളത്. അത്യാവശ്യം നല്ല കുറവാണ്. മീൻസ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് 35 ഉണ്ടായിരുന്നു. 2 മാർക്ക് ഞാൻ കുറഞ്ഞു. എന്നോട് ടീച്ചർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഓണ എക്സാമിന് ഡയറി എഴുതിയിരിക്കുന്നത്. ഓണ എക്സാമിന് ഡയറിയാണ് കേട്ടോ ഗൈസ്. ഇതെൻ്റെ ഡയറിയാണ്. ഓണ എക്സാമിൽ ഞാൻ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഡയറി. അപ്പോൾ ഇത്ര എഴുതണ്ട, കുറച്ച് എഴുതാവുള്ളൂ നമ്മൾ ഡയറി. അങ്ങനെ ഒരു മാർക്ക് കഴിഞ്ഞ പ്രാവശ്യം ടീച്ചർ കുറച്ചാണ്. അടുത്ത പ്രാവശ്യം റെഡിയാക്കണം എന്ന് പറഞ്ഞ്. പക്ഷെ എനിക്ക് എന്താ പറയുക, ഇംഗ്ലീഷ് ആയാലും മലയാളം, ഹിന്ദി എനിക്ക് അത്രയ്ക്ക് ഇതായിട്ടില്ല. ഹിന്ദി എനിക്ക് കഴിഞ്ഞ വർഷം കുറവാണ്. ഇപ്പോൾ ഞാൻ ഇത്തിരി നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഹിന്ദി എനിക്ക് അത്രയ്ക്ക് അങ്ങനെ എഴുതാൻ കിട്ടാറില്ല. പക്ഷേ ഇംഗ്ലീഷും മലയാളം നമുക്ക് ഇത്തിരി കൂടെ നല്ലതായിട്ട് അറിയാമായിരിക്കുമല്ലോ. എനിക്ക് ഇംഗ്ലീഷ് നല്ലതായിട്ട് കിട്ടുക, അതുപോലെ മലയാളം നല്ലതായിട്ട് കിട്ടും. അപ്പം എനിക്കിങ്ങനെ ഫുൾ അങ്ങോട്ട് എഴുതണം. കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സ് തന്നെ ഫുൾ എഴുതിയില്ലെങ്കിൽ അയ്യോ ആ പോയിൻറ്റ്സ് എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടാതിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള ഇതുകൊണ്ടാണ് ഞാൻ ഫുൾ അങ്ങോട്ട് എഴുതി വെക്കും. അപ്പോൾ എൻ്റെ മാർക്കും പോകും. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതുപോലെ തന്നെ ഡയറി എനിക്ക് ഇങ്ങനെ എനിക്കത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ആ ഒരു സംഭവം വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഫുൾ പേജ് ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ച് സ്പേസ് ഞാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് വീണ്ടും ഉത്തരം കൂടാണ്ട് ഒരു മാർക്ക് കുറച്ചങ്ങനെ. പിന്നെ എനിക്ക് ഫ്രേസൽ വെർബ് തെറ്റിയിട്ടുണ്ട്. അങ്ങനെ 1 വേർഡായിട്ടും നമുക്കിങ്ങനെ 1 വേർഡ് പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് എഴുതുന്ന എല്ലാത്തിനും മാർക്ക് കിട്ടിയിട്ടുണ്ട്. കുറഞ്ഞിരിക്കുന്നത് 1 വേർഡ് പോലുള്ള അതിനൊക്കെയാണ് ഇംഗ്ലീഷിൽ. അപ്പം കഴിഞ്ഞ വർഷത്തേക്കാളും ഡിക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇമ്പ്രൂവ് ചെയ്യണം നമ്മൾ. അടുത്ത ഹിന്ദിനെ കുറിച്ചാണെങ്കിൽ ഞാൻ ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് മാർക്ക്. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഏറ്റവും കുറവ് ഹിന്ദിക്കായിരുന്നു. അപ്പോൾ ഞാൻ ഹിന്ദിക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ ഗ്രാമറും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഗ്രാമറിന് കുറച്ച് അത്ര യൂസ് ചെയ്ത് എഴുതാനുള്ള ഇതൊന്നും ഞങ്ങൾക്ക് ആർക്കും ആയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് മിക്കവർക്കും ഹിന്ദിക്ക് നല്ലതായിട്ട് മാർക്ക് കുറവായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിന് ശേഷമുള്ള ക്ലാസ്സിൽ ഞങ്ങൾ ഹിന്ദിയുടെ ഗ്രാമറിൻ്റെ ബേസും കാര്യങ്ങളൊക്കെ പഠിച്ച് റെഡിയായിട്ട് അത് വെച്ച് എനിക്ക് അറിയാവുന്ന പോലെ അത്യാവശ്യം നല്ല രീതിക്ക് ഹിന്ദിയുടെ എക്സാം എഴുതി എനിക്ക് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. നല്ലൊരു മാർക്കാണ് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയത്. സോ ഐ എം വെരി സാറ്റിസ്ഫൈഡ്. കഴിഞ്ഞ വർഷം എനിക്കിതേ ഇതിനകത്ത് 31 കേട്ടോ ഗൈസ്. ഇതിനകത്ത് കാണാൻ പറ്റില്ല, 31 ഇതിനകത്ത് 31 ശരിക്കും എൻ്റെ 31 എൻ്റെ ഓൺ എക്സാമിൻ്റെ ഹിന്ദി മാർക്ക്. അന്നേരം എനിക്ക് ഗ്രാമർ മിസ്റ്റേക്ക് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ പല ഇതിലും പിന്നെ വേറെന്തൊക്കെയോ എഴുതിയപ്പോൾ കുറേ മാർക്കൊക്കെ പോയി. അങ്ങനെ അത്യാവശ്യം കുറവായിരുന്നു. അതാണ് എനിക്ക് കഴിഞ്ഞ വർഷം ഏറ്റവും കുറവ് മാർക്കുണ്ടായത് ഞങ്ങൾക്ക് മിക്കവർക്ക്. എന്നാൽ ഇപ്രാവശ്യം ഐ ആം വെരി ഹാപ്പി
40ൽ 39 ഉണ്ട്. അപ്പോൾ എനിക്ക് അത്രയും നിലയ്ക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും മാർക്കിൽ എനിക്ക് ഇത്രയും മാർക്കിലേക്ക് എത്തിക്കാൻ സാധിച്ചല്ലോ. നല്ലൊരു മാർക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഹിന്ദിയിൽ. എന്താ പറയുക, ഗ്രാമർ ഇതൊക്കെ ക്ലിയർ ആക്കി. എന്തോ സന്ദേശത്തിൻ്റെ എന്തോ ഒരു പോയിന്റ് ഞാൻ എഴുതിയില്ല, അതിന് എനിക്ക് മാർക്ക് പോയത് 1 മാർക്ക് പോയത്. ബാക്കി എനിക്ക് എത്ര നല്ല മാർക്ക് കിട്ടി. സോ ഐ എം വെരി സാറ്റിസ്ഫൈഡ്. അടുത്തത് വീണ്ടും കുറഞ്ഞ മാർക്കാണ്. ഇത് ഇമ്പ്രൂവ് ചെയ്ത് ഇനി അടുത്ത കുറഞ്ഞ മാർക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റായ സോഷ്യൽ സയൻസിനെ കുറിച്ച് തന്നെയാണ്. അതെ, ഇപ്രാവശ്യം എനിക്ക് 40ൽ 35 ഉണ്ട്. കമ്പയർഡ് ടു നമ്മൾ മറ്റുള്ള കുട്ടികളെ ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യുന്നില്ല. ദാറ്റ്സ് നോട്ട് എ ഗുഡ് ബിഹേവിയർ. എനിക്ക് തോന്നുന്നത് അത്ര നല്ലൊരു സ്വഭാവമല്ലല്ലോ നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുക. നമ്മൾ നമ്മുടെ ബെസ്റ്റ് പെർഫോം ചെയ്ത് നമുക്ക് എന്താ പറയുക നേടിയെടുക്കാൻ പറ്റുന്നത് നമ്മൾ നേടിയെടുക്കുക. അവിടെയാണ് നമ്മുടെ ഇത്. സോ ഞാൻ കൂടുതലൊന്നും ഇംഗ്ലീഷിലൊന്നും പറയുന്നില്ല. അപ്പോൾ സോഷ്യൽ സയൻസിന് ഇപ്രാവശ്യം എനിക്ക് 35, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 38. ഇറ്റ് മീൻസ് 38. ഇപ്പം നമ്മൾ ഈ അര വരാൻ നേരത്ത് 38 എന്നാണെങ്കിൽ ചിലവർ 39 അതെന്നിങ്ങനെ പറയും. ചില 30 അങ്ങനെ പറയാറുണ്ടല്ലോ. ഇപ്പം എനിക്ക് 38 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറയാനുള്ള കാരണം എനിക്കറിയാം. എനിക്ക് സോഷ്യൽ സയൻസിന് കുറേ പേർക്ക് ഇപ്രാവശ്യം നല്ലതിലേക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല ടഫാണെന്നാണ്. എനിക്ക് എനിക്ക് സോഷ്യൽ ഇഷ്ടമുള്ള വിഷയമാണ്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. സിമ്പിളായിരുന്നെന്നല്ല, സത്യം പറഞ്ഞാൽ ക്രിസ്മസ് എക്സാമിനുള്ള എല്ലാ ചാപ്റ്ററും ഭയങ്കര വലുതാണ്. നമ്മുടെ സിലബസ് മാറി. പിന്നെ ചാപ്റ്റർ നല്ല വലുതെന്ന് വെച്ചാൽ നല്ല വലുത്. സിലബസ് മാറിയോണ്ട് നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ഒന്നും പഠിക്കാൻ അത്ര ഇതാവാൻ പറ്റില്ല. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ നല്ല വലുതെന്ന് വെച്ചാൽ അപ്പം അത്യാവശ്യം നല്ല വലിയ ചാപ്റ്ററാണ്. പിന്നെ എക്സാമിൻ്റെ ചാപ്റ്ററിൽ നിന്ന് മേ ബി ക്വസ്റ്റ്യൻസ് വരാമല്ലോ. പക്ഷേ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ തന്നെ ഞാൻ പരീക്ഷയ്ക്ക് പോണതിന് പരീക്ഷ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് വരെ എന്നുവെച്ചാൽ നമ്മൾ എക്സാം എഴുതുന്നതിന് ആ ഒരു ടൈം ഉണ്ടാവുമല്ലോ സ്റ്റാർട്ട് ചെയ്ത്. ആ ടൈമിന് തൊട്ട് മുമ്പ് വരെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിന് ഓടിച്ചോടിച്ച് നോക്കുമായിരുന്നു ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ. കാരണം എക്സാമിൻ്റെ പോർഷൻ നോക്കാനുള്ള സമയമില്ല. കാരണം ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ തന്നെ വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അതിനിടയ്ക്ക് എക്സാമിൻ്റെ പോർഷൻ കൂടെ നോക്കാനുള്ള ഒരു സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് എക്സാമിന് 3-4 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. 2-3 മാർക്കിനൊക്കെയുള്ള 1 വേർഡായിട്ടോ അല്ലാതെ 3-4 മാർക്കിനൊക്കെയുള്ള. അങ്ങനെ എക്സാമിൽ നിന്ന് 3-4 മാർക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ വന്നതുകൊണ്ടാണ് എനിക്ക് 35ലേക്ക് കുറഞ്ഞു പോയത്, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കുറഞ്ഞത്. ക്രിസ്മസ് എക്സാമിനുള്ള എല്ലാ പോർഷനിൽ നിന്നും വന്ന എല്ലാ ക്വസ്റ്റ്യനും നല്ലതായിട്ട് അതിൻ്റെ എല്ലാത്തിനും മാർക്ക് കിട്ടി. എക്സാം റെഫർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൽ മാർക്ക് വന്നു. അതാണ് എനിക്ക് സോഷ്യലും ഉള്ളത്. പക്ഷേ എനിക്ക് ഗുഡ് മാർക്കാണ് എന്നാണ് കുഴപ്പമില്ലാതെ പറഞ്ഞത്. അടുത്തത് ഞാൻ ടഫാണെന്ന് കുഞ്ഞിലേ മുതലേ വിചാരിച്ച് ഇപ്പോഴും ടഫാണെന്ന് കരുതുന്ന ഒരു സബ്ജക്റ്റ് മാത്സ്. കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് എനിക്ക് അത്ര, കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വിശ്വസിക്കാൻ പറ്റാതായിരുന്നു. 30ൽ ഇപ്രാവശ്യം എനിക്ക് 24, അത്യാവശ്യം നല്ല കുറവാണ്. എനിക്ക് ഇപ്രാവശ്യം ഏറ്റവും കുറവുള്ള മാർക്ക് മാത്സിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കുറവ് ഹിന്ദിയിൽ. ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം മലയാളത്തിൽ ഫുള്ളുണ്ട്, പിന്നെ ഹിന്ദിക്ക് അങ്ങനെയാണ്. എങ്കിലും എനിക്ക് ഇപ്രാവശ്യം ഏറ്റവും കുറവ് മാത്സിൽ 40ൽ 24 ഉള്ളൂ. നല്ല കുറവാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 40ൽ 33 ഉണ്ടായിരുന്നു കണ്ട. അപ്പോൾ നല്ലതിലേക്ക് കുറേയാണ് ഇവിടെ ചെയ്തത്. അത് നല്ലതിലേക്കറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം 33 കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല. എനിക്ക് നല്ലൊരു മാർക്കായിട്ടാണ് തോന്നിയത്. എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ക്ലാസ്സിലൊക്കെ ചെയ്യാൻ നേരത്ത് ഉത്തരം കിട്ടും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉത്തരമൊന്നും കിട്ടത്തില്ല. ഉത്തരം കിട്ടുന്നില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലേക്ക് മാർക്കിലേക്ക് എത്തില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പോലെ വിചാരിച്ച് ഈ മാത്സ് എനിക്ക് ഇത്തിരി ടഫാണ്. ആ ടഫിൽ എനിക്കിങ്ങനെ വരച്ച് ചെയ്യുന്നുണ്ടല്ലോ, എല്ലാവരും പറയുന്നത് വരയ്ക്കുന്നതിൽ നമുക്ക് മാർക്ക് കിട്ടും. പക്ഷെ എനിക്ക് എന്താണല്ല, ഈ വരയ്ക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമൊന്നും ഇല്ലാത്തൊരു കാര്യം. അതുകൊണ്ട് തന്നെ എനിക്ക് വരയ്ക്കുന്നതിനോട് ആ ചാപ്റ്റേഴ്സിനോട് അത്ര ഇഷ്ടമല്ല. അപ്പോൾ എനിക്ക് അത് അത്ര പഠിക്കാൻ താല്പര്യം. എനിക്കിങ്ങനെ വഴി എഴുതി കണക്കാണ് ഭയങ്കര ഇഷ്ടമാണ്. എന്നുവെച്ചാൽ എനിക്ക് അതിനകത്ത് എല്ലാത്തിനും മാർക്ക് കിട്ടിയിട്ടില്ല. ഇപ്രാവശ്യം എനിക്ക് വരയ്ക്കുന്നുണ്ടോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്ക് നോക്കുകയാണെങ്കിൽ വരയ്ക്കുന്നതിനൊക്കെ എനിക്ക് മാർക്ക് കിട്ടില്ല. കാരണം എനിക്ക് പണ്ടുപോലെ ഞാൻ വരയ്ക്കുന്ന പാടാന്നൊക്കെ വിചാരിച്ച് എനിക്കിങ്ങനെ വരയ്ക്കുന്ന കാര്യം എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് വരയ്ക്കാനൊക്കെ മടിയാണ്. അത് ഞാൻ അങ്ങനെ പഠിക്കത്തൊന്നുമില്ല. അങ്ങനെ എനിക്ക് മാർക്ക് അതിന് കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് വരയ്ക്കുന്നതിന് മാർക്ക് കിട്ടി, അല്ലാതെ ഉള്ളതിന് മാർക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം നല്ല എനിക്ക് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്. 1 വേർഡ് ഞാൻ തെറ്റിച്ച് കളഞ്ഞിട്ടുണ്ട്. വരയ്ക്കുന്നതിനൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഈ എക്സും വൈറ്റൊക്കെ വന്ന് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായിട്ടുണ്ട്. അപ്പം അങ്ങനെ അത്യാവശ്യം നല്ല എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. നമുക്ക് ഈ ഒരു പേപ്പറിലൂടെ കാണാൻ സാധിക്കുന്നത്. അല്ലേ?
സോ മാത്സിനാണ് എനിക്ക് അത്യാവശ്യം കുറവാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സയൻസ് വിഷയങ്ങളിലേക്ക് വരാം. ഞാൻ ഉദ്ദേശിച്ച മാർക്കുകളൊക്കെ തന്നെയാണ് എനിക്ക് സയൻസിൽ കിട്ടിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സയൻസിൻ്റെ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഫിസിക്സും കെമിസ്ട്രിയും സെയിം മാർക്ക്, ബയോളജിക്ക് ഫുൾ മാർക്ക് 20ലാണ് ഈ 3 വിഷയം വന്നത്. അതിൽ ഇപ്രാവശ്യം എനിക്ക് എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഫിസിക്സ് നല്ല രീതിക്ക് മാർക്കുകളെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കെമിസ്ട്രി എനിക്ക് അത്യാവശ്യം സിമ്പിൾ മീൻസ് അത്ര അങ്ങനെയല്ല, എനിക്ക് കുഴപ്പമില്ല, നല്ല മാർക്ക് കിട്ടും. എനിക്ക് കെമിസ്ട്രി ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പാട്. ഞാൻ ഫിസിക്സും ബയോളജി സിമ്പിളായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം കെമിസ്ട്രി പാട്. ഇപ്രാവശ്യം ഫിസിക്സ് ഭയങ്കര പാട്, അത്യാവശ്യം നല്ല പാടായിരുന്നു, നല്ല എനിക്ക് മാർക്ക് കുറയും. പക്ഷേ കെമിസ്ട്രി എനിക്ക് അത്യാവശ്യം സിമ്പിൾ, ബയോളജിയും കുഴപ്പമില്ല, ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ മാർക്ക് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് ഫിസിക്സിൽ 20ൽ 14 ആണ് എനിക്കുള്ളത്. 1-2 കണക്കിൻ്റെ പ്രോബ്ലം വന്നപ്പോൾ ഞാൻ ശരിയായതാണ് എഴുതിയത്, എന്നിട്ട് അത് വെട്ടിയിട്ട് വേറെ ഒരെണ്ണം എഴുതി വെച്ച്, അങ്ങനെ എൻ്റെ തെറ്റിപ്പോയി. പിന്നെ വേറെ 1-2 എണ്ണമൊക്കെ അവിടെ ഇവിടെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഫിസിക്സിൽ 17 ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം 14 ഉള്ളത്. സോ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ടഫായിട്ട് മിക്കവർക്കും ടഫായിരുന്നു. പിന്നെ എനിക്ക് കണക്കിൻ്റെയൊക്കെ പ്രോബ്ലം വന്നപ്പോൾ ഇത്രയും കൂടെ കുറഞ്ഞു, ബാക്കിയുള്ള 2-3 മാർക്ക് അവിടെ പോയിട്ടുണ്ട്. പിന്നെ കെമിസ്ട്രി പറയുകയാണെങ്കിൽ കെമിസ്ട്രി അല്ല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇപ്രാവശ്യത്തെ പറയാം. കെമിസ്ട്രി എനിക്ക് ഇപ്രാവശ്യം 20 കാരണം എനിക്ക് നല്ല എക്സാം വേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് ഫുള്ള് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നു, നല്ല മാർക്ക് കിട്ടുമെങ്കിൽ ഉറപ്പായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടി. കഴിഞ്ഞ പ്രാവശ്യം 17 ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ഒരു 3 മാർക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബയോളജിയിൽ പറയുകയാണെങ്കിൽ ഇപ്രാവശ്യം എനിക്ക് 20 കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം 20 സെയിം മാർക്ക് തന്നെ. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ ടോട്ടലി അനലൈസ് ചെയ്യുകയാണെങ്കിൽ മലയാളം ഇപ്രാവശ്യം എനിക്ക് 2 എണ്ണത്തിന് ഫുള്ളുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണത്തിന് ഫുള്ള്, ഒരെണ്ണത്തിന് 39. സയൻസിനെ വിഷയിച്ച് ബാക്കിയെല്ലാം 40ലാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം 39, ഒരെണ്ണം ഫുള്ള്, ഇപ്രാവശ്യം 2 എണ്ണം ഫുള്ള്. ഹിന്ദി കഴിഞ്ഞ പ്രാവശ്യം 31, ഇപ്രാവശ്യം 39. പിന്നെ ഇംഗ്ലീഷ് കഴിഞ്ഞ പ്രാവശ്യം 35, ഇപ്രാവശ്യം 33. അതിൻ്റെ റിസൾട്ട്സൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഇംഗ്ലീഷ് വേറെ റീസൺ ലാസ്റ്റ് വരാം. പിന്നെ ഹിന്ദിയിൽ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അടുത്തത് സോഷ്യൽ കഴിഞ്ഞ പ്രാവശ്യം 38, ഇപ്രാവശ്യം 35. പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ മാത്സ് കഴിഞ്ഞ പ്രാവശ്യം 33, ഇപ്രാവശ്യം 23 കൊണ്ടാണ് എനിക്ക് മാത്സ്. എത്ര 24. പിന്നെന്തുവാ സയൻസിൽ ഫിസിക്സിൽ കഴിഞ്ഞ പ്രാവശ്യം 17, ഇപ്രാവശ്യം 14. കെമിസ്ട്രി കഴിഞ്ഞ പ്രാവശ്യം 17, ഇപ്രാവശ്യം 20. ബയോളജി കഴിഞ്ഞ പ്രാവശ്യം 20, ഇപ്രാവശ്യം 20 തന്നെ. ഇത്രയും വിഷയങ്ങൾ വരുമ്പം എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റും കുറച്ച് കഴിഞ്ഞ വർഷത്തെക്കാളും ഡിക്രീസും ആയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ എനിക്ക് ഫസ്റ്റ് പാർട്ട് റിവൈസ് ചെയ്യാൻ പഠിക്കാൻ പറ്റില്ല, അതിൽ നിന്ന് മാർക്ക് കുറഞ്ഞു. മാത്സ് എനിക്ക് ശരിയാണ്, ഞാൻ ശ്രദ്ധിക്കാതെ 1 വേർഡ് തെറ്റിച്ചു, അല്ലാതെ എനിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിനും കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ഇതാക്കാനുണ്ട്. ബയോളജി സയൻസ് വിഷയങ്ങൾ കുഴപ്പമില്ല, ഫിസിക്സ് അത് ആ ഒരു തെറ്റിപ്പോയ നമുക്ക് റെഡിയാക്കണം. കെമിസ്ട്രി ഒന്നും കുഴപ്പമില്ല, അത് നല്ല മാർക്ക്. മലയാളത്തിനും കുഴപ്പമില്ല. ഹിന്ദി ഞാൻ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അതുപോലെ തന്നെ ഫിസിക്സ്, മാത്സ് നല്ല കുറവാണ്. അപ്പം ഈ 3 വിഷയങ്ങളാണ് നമുക്ക് കുറവെന്ന് പറയാനുള്ളത്. പിന്നെ കലോത്സവമൊക്കെ വന്ന്, കലോത്സവം, വിദ്യാരംഗ, ശാസ്ത്രമേള, അല്ലാതെ സ്കൂൾ ലെവലിലുള്ള ക്വിസ് കോമ്പറ്റീഷൻ, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഹൈ ലെവലിലേക്കുള്ള ക്വിസ് കോമ്പറ്റീഷൻ എല്ലാം കൂടെ വന്ന് എനിക്ക് ടോട്ടലി കുറേ ക്ലാസ് സ്കൂളിലെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ അത്രയും എനിക്ക് സോഷ്യൽ ക്ലാസ് കുറേ മിസ്സായിട്ടുണ്ട്, മാത്സ് ക്ലാസ് മിസ്സായിട്ടുണ്ട്, ട്യൂഷൻ ക്ലാസ്സിലെ മിക്ക ക്ലാസ്സും എനിക്ക് മിസ്സായിട്ടുണ്ട്, സ്കൂളിലെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ എനിക്കെപ്പോഴും ഇതുവരെ ഞാൻ 8ാം ക്ലാസ് വരെ, ഈ 8ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ഈ ഒരു ജനുവരി എത്തി നിൽക്കുന്നവരെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 5ാം ക്ലാസ് തൊട്ട് ഓൺ എക്സാം
ക്രിസ്മസ് എക്സാം നമ്മൾ ഓൺ എക്സാമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രിസ്മസ് എക്സാം എനിക്ക് പൊതുവേ മാർക്ക് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഓൺ എക്സാം ആ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് അധികം മത്സരങ്ങളുണ്ട് എങ്കിൽ അത്ര എത്തത്തില്ല. പക്ഷേ ക്രിസ്മസ് എക്സാം ആകുമ്പോഴത്തേക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് കിട്ടി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് ക്രിസ്മസ് എക്സാമിന് മുമ്പേ ആയിട്ട് കലോത്സവം, ശാസ്ത്രമേള, അതുപോലെ തന്നെ സ്പോർട്സ്, മറ്റുള്ള വേറെ കുറേ മത്സരങ്ങളിൽ സ്കൂൾ ലെവലുള്ള മത്സരങ്ങൾ, പരിപാടികളെല്ലാം കൂടെ ആ ഒരു ടൈമിൽ മിക്സായിട്ട് എന്തായാലും വരും. ഇതിനിടയ്ക്ക് നമ്മളെല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും പഠിക്കുകയൊക്കെ ഇത്തിരി ടാസ്ക്കാണ്. സോ ഞാൻ കലോത്സവത്തിന് ജില്ല പോയി, ശാസ്ത്രമേളയ്ക്ക് പോയി, പിന്നെ വിദ്യാരംഗത്തിന് ജില്ല പോയി, ശാസ്ത്രമേളയ്ക്ക് ജില്ല പോയി. സ്പോർട്സിന് എനിക്കങ്ങനെ അത്രയും താല്പര്യമില്ലാത്തൊരു ഇതാണ്, എങ്കിലും സ്കൂളിൽ നമ്മൾ പോയി പങ്കെടുത്തില്ല കേട്ടോ. പിന്നെ വേറെ കുറേ ക്വിസ് കോമ്പറ്റീഷനും അല്ലാതെ പരിപാടികൾ സ്കൂളിൽ ഹയർ ലെവലിലേക്കൊക്കെ വന്നങ്ങനെ ഫുൾ എല്ലാം കുഴഞ്ഞ് മറിഞ്ഞ് അവിയൽ പരുവത്തിൽ കിടക്കുന്നതിനിടയിലാണ് ക്രിസ്മസ് എക്സാം വന്നത്. സോ ഞാൻ പറഞ്ഞില്ല, ഇത്രയും കാര്യങ്ങളും കൊണ്ടാണ് എനിക്ക് മാർക്ക് വന്നത്. സോ നിങ്ങളുടെ മാർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയുക. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം എല്ലാവർക്കും ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ ഇതിനേക്കാളും കുറഞ്ഞവരുണ്ടാവാം, ഇതിനേക്കാളും കൂടിയവരുണ്ടാകാം. ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കുഴപ്പങ്ങളല്ല, സിലബസ് മാറിയതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ടൈം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഈ പറഞ്ഞ മത്സരങ്ങളും ഓരോരോ പരിപാടികൾ കാരണമുണ്ട്, നമ്മുടെ പല പേഴ്സണൽ ഇഷ്യൂസ് കാരണം നമുക്ക് കിട്ടാതെ ഉണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ ഉഴപ്പി നടന്നുകൊണ്ടായിരിക്കാം. ഞാൻ ഇത്തിരി ഫോണൊക്കെ കണ്ടിതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പം ഞാൻ പറയുന്നു, അപ്പോൾ ഈ ആനുവൽ എക്സാം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലതായിരിക്കും. ആനുവൽ എക്സാമിന് ഞാനും പഠിക്കുക. NMMS വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇനി കുറച്ച് ദിവസങ്ങളുള്ളൂ. പക്ഷേ എനിക്ക് മര്യാദക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് കുറേ മത്സരങ്ങൾ വന്നു. 8ാം ക്ലാസ് ഞങ്ങൾക്ക് മത്സരങ്ങൾ കുറവായിരിക്കുന്നു. പക്ഷേ നേരെ തലതിരിച്ചാലും കുറേ മത്സരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും എന്നാൽ പിന്നെ ചേരാണ്ടിരുന്നാൽ പോരെയെന്ന് ഞാനിങ്ങനെ പറയുമെങ്കിലും എനിക്ക് എല്ലാ മത്സരങ്ങളും വന്നാൽ ചേരാൻ തോന്നും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. സോ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ, ഒരു വീഡിയോ ചെയ്യാൻ തോന്നി, അത്ര കൊണ്ട് ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ നിങ്ങളുടെ മാർക്സും കാര്യങ്ങളൊക്കെ ഇഫ് യു ഹാവ് ഇൻട്രസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.